നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്നത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ അറിയാം. കാര്യം പരസ്യങ്ങൾ ഒരുപാട് വന്നതുകൊണ്ട് തന്നെ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തില് ഒരു വീഡിയോ ചെയ്യുവാൻ ഞാൻ കുറച്ച് നാൾ മുമ്പ് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. കാര്യം നമ്മുടെ കേരളം വർഷങ്ങൾ കൊണ്ട് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് വരികയാണ്. നമ്മുടെ പുതിയ തലമുറയെ ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. നമ്മുടെ കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ഉപയോഗിക്കുന്നത്, അവരെ കെണിയിൽ പെടുത്തുക എന്നുള്ളതാണ്. ഇത് വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും വലിയ രീതിയിൽ നടന്നു വരുന്നെന്ന് നമുക്ക് പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഇതിനൊരു പരിഹാര മാർഗം മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇന്നിപ്പോൾ ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. മയക്കുമരുന്നിനെ മൂടോടെ വലിച്ചെടുത്ത് കളയുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ തുടങ്ങിയെങ്കിലും ഇന്ന് അന്യ സംസ്ഥാനങ്ങൾ കൂടി ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വളരെ ആവേശത്തോടു കൂടിയാണ് അവിടെയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, പല ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വില വരുന്ന മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ ആൾക്കാരിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് നശിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉറവിടം തേടിയുള്ള ഗവൺമെന്റിന്റെ ആ ഒരു പ്രയാണം, അതിന് ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം നമ്മൾ ചിന്തിക്കും, എൻ്റെ മക്കൾ ഇതിനകത്തൊന്നും പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊരു പക്ഷേ ചിന്തിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, സമൂഹത്തില് മയക്കുമരുന്നിന്റെ ഉപയോഗം ചെറുപ്പക്കാരിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ആരിലുണ്ടായാൽ തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരാം. നമ്മുടെ മക്കൾ നന്നായിരുന്ന പോരാ, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നത് അന്യപുരുഷന്മാരോടാണ്. അവർ മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താവും? ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കുകയും ഇതിന്റെ സോഴ്സ് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അതേപടി ഇതിന്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ നമ്മൾ പലരും ചിന്തിക്കും, ഞാനിത് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇത് ക്യാരി ചെയ്യുന്ന വ്യക്തി അവരെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ എൻ്റെ പേര് പത്രത്തിൽ വന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അതിനെല്ലാം സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന നമ്മൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ, ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന സാഹചര്യം കിട്ടിയാൽ രഹസ്യമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ നമ്മുടെ പേരോ വിവരങ്ങളോ അഡ്രസ്സോ ഒന്നും പബ്ലിഷ് ചെയ്യാതെ അത് കണ്ടെടുത്ത് നശിപ്പിക്കുകയും അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് ഇന്ന് വരുന്നത്. വളരെ നല്ല കാര്യം. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ മൂടോട് പിഴുതു മാറ്റാൻ സാധിക്കത്തുള്ളൂ. നമുക്കിതിന്റെ ഭവിഷ്യത്ത് എന്താണ് നമ്മൾ ഓരോരുത്തരും വ്യക്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാം, ഇന്ന് വന്നില്ലെങ്കിൽ നാളെ കടന്നു വരാം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പൊ തമിഴ്നാട് ഇതിനോട്ട് വളരെ വളരെ ആവേശത്തോടെ മയക്കുമരുന്ന് വേട്ടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അടുത്ത നിമിഷങ്ങളിൽ അടുത്ത സംസ്ഥാനങ്ങളും ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തികളിൽ നമ്മൾ പങ്കാളികളാകണം. എനിക്ക് പറയാൻ മറ്റൊരു കാര്യമാണ്, ഞാനൊരു അഡ്വക്കേറ്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു തൂഫാൻ, അതായത് ഓപ്പറേഷൻ തൂഫാൻ വന്ന അന്ന് മുതൽ ഞാൻ എടുത്ത തീരുമാനമാണ്, മയക്കുമരുന്നും അതുപോലെ ബന്ധപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ കൈവശം വെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുടെ പേരിൽ കേസെടുത്താൽ അവരൊരു ജാമ്യത്തിന് വേണ്ടി വന്നാൽ പോലും
ഞാൻ ആ വക്കാലത്തിൽ അവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കത്തില്ല, ഞാൻ ആ വക്കാലത്ത് ഏറ്റെടുക്കുക പോലും ചെയ്യില്ല എന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവരെയൊക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പിടിച്ചുകൊണ്ട് ജയിലിലാക്കിയാൽ അവരെ അതിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നത് അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് അത് ഒരു പ്രൊഫഷനാണ്. പക്ഷേ നമ്മൾ എല്ലാവരും അഡ്വക്കേറ്റ്സ് ഒരു തീരുമാനം നമ്മൾ എല്ലാവരും കൂടി ചേർന്നെടുത്താൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും അത് കൈവശം വെക്കുന്നവരെയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നവരെയൊക്കെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലിട്ടാൽ അവരൊരു ജാമ്യത്തിന് വേണ്ടി വന്നാൽ നമ്മൾ ആരും തന്നെ ആ വക്കാലത്ത് ഏറ്റെടുക്കില്ല എന്നൊരു തീരുമാനം കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അഡ്വക്കേറ്റ് സമൂഹം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് കുറച്ചും കൂടി ആവേശം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഓരോ അഡ്വക്കേറ്റും ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നമ്മൾക്ക് ഈ പണത്തിന് വേണ്ടി മാത്രമാവരുത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തീർച്ചയായിട്ടും സമൂഹത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ ഒരാൾക്ക് പോലും ജാമ്യം എടുക്കാനായിട്ട് നമ്മൾ പോകാൻ പാടില്ല എന്നൊരു തീരുമാനം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാഫിയെ, മയക്കുമരുന്നിന്റെ ഉപയോഗം നടത്തുന്നവരെ അല്ലെങ്കിൽ മയക്കുമരുന്ന് നിർമ്മാതാക്കളെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിഴുതുമാറ്റാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പിന്തുണയും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഈ ഒരു സംരംഭത്തിനിറങ്ങിയ കേരള ഗവൺമെന്റിനെയും പ്രത്യേകിച്ച് ഈ ആഭ്യന്തര വകുപ്പിനെയും എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം.